ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനം വയ്ക്കുന്ന ഡാറ്റ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആദ്യമേ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ലിഫോ ഈസ് നോൺ ആസ് സ്റ്റാക്ക്. അതായത് ഒരു ഡാറ്റ സ്ട്രക്ചർ ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറാണ്. ലിഫോ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വെച്ചതിന് നമ്മൾ ഫസ്റ്റ് എടുക്കുക, അതാണ് ലിഫോ പ്രിൻസിപ്പിൾ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക്. സ്റ്റാക്കിൽ എപ്പോഴും ലാസ്റ്റ് വയ്ക്കുന്ന ഐറ്റം അല്ലെങ്കിൽ ലാസ്റ്റ് വയ്ക്കുന്ന ഡാറ്റ ആയിരിക്കും ഫസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതാണ് ലിഫോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ വിച്ച് ഓൾ ഇൻസേർഷൻസ് ആൻഡ് ഡിലീഷൻസ് ആർ മെയ്ഡ് അറ്റ് വൺ ആൻഡ് യൂഷ്വലി കോൾഡ് ടോപ്പ്. ഏറ്റവും നമ്മൾ ലാസ്റ്റ് വയ്ക്കുന്ന ആ ഒരു എലമെൻറ്റ് ഏറ്റവും മുകളിലായതുകൊണ്ട് തന്നെ എല്ലാ ഇൻസേർഷൻസും, അതായത് ഡാറ്റാസ് ആഡ് ചെയ്യലും അതുപോലെ തന്നെ ഡിലീഷൻസും ഡാറ്റാസ് റിമൂവ് ചെയ്യലും എല്ലാം നടക്കുന്നത് ഒരു എൻഡിൽ തന്നെയായിരിക്കും, അതായത് ഏറ്റവും മുകളിൽ. അതായത് അതിനെ പറയുന്ന പേരാണ് ടോപ്പ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഡാറ്റ വെച്ച് ഇനിയും നമുക്ക് ഡാറ്റ വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയേ പറ്റുള്ളൂ, ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ടുള്ള ഡാറ്റയുടെ മുകളിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡാറ്റേനെ അവിടെ നിന്ന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ടുള്ള ഡാറ്റ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പിലായിരിക്കും എല്ലാ ഇൻസേർഷൻസും ഡിലീഷൻസും നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ടോപ്പ് എന്നാണ് പറയുക. ഇനി ദ ലാസ്റ്റ് പൊസിഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ടോസ്, അതായത് ടോപ്പ് ഓഫ് സ്റ്റാക്ക്. ഈ ലാസ്റ്റ് പൊസിഷനിലാണ് ഇൻസേർഷൻസും ഡിലീഷൻസും നടക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ലാസ്റ്റ് പൊസിഷനെ നമ്മൾ പറയുന്ന പേര് അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണത് ടോസ് എന്ന് പറഞ്ഞിട്ടാണ്, ടോപ്പ് ഓഫ് സ്റ്റാക്ക്. അപ്പോൾ ടോസ് എവിടെയാണ് നിൽക്കുക, അതായിരിക്കും ആ ഒരു സ്റ്റാക്കിൻ്റെ ഏറ്റവും എൻഡ്. അവിടെ ആയിരിക്കും ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാക്കിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫിഗർ 3.4 ഒരു സ്റ്റാക്ക് വന്നിട്ടുണ്ട്. ഈ സ്റ്റാക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. 10 സൈസായിട്ടുള്ള സ്റ്റാക്കിൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ഇൻഡെക്സുകളുണ്ട്. 0 പൊസിഷനിലായിരിക്കും നമ്മൾ ആദ്യം ഒരു ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുക, അത് 25 ആണ്. അതിൻ്റെ മുകളിൽ അപ്പോൾ ഈ ടോസ് എന്ന് പറയുന്നത് 0-ലായിരിക്കും നിൽക്കുക. ഇനി നമ്മൾ 42-നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ടോസ് 1-ൽ വയ്ക്കുക, 42-നെ ആഡ് ചെയ്യുക. ടോസ് 2-ലാക്കുക, 18 ആഡ് ചെയ്യുക. ടോസ് 3-ൽ വയ്ക്കുക, 37 ആഡ് ചെയ്യുക. ടോസ് 4-ൽ വയ്ക്കുക, 98 ആഡ് ചെയ്യുക. ടോസ് 5-ൽ വയ്ക്കുക,